ഗുഡ് ഈവനിങ് എസ് വിജയകുമാർ. ഗുഡ് ഈവനിങ്. അപ്പോൾ ഇലക്ഷൻ സ്റ്റഡിന്റെ മറ്റൊരു അധ്യായം തുടങ്ങുകയാണ്. അപ്പോൾ ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും ഇന്നും ഉണ്ട് അല്ലേ? അതെ. അപ്പോൾ പുതിയ വിവാദങ്ങൾ ഓരോ ദിവസവും ഉണ്ടാവുന്നു എന്നുള്ളതാണ്. നമ്മളുടെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ കലാശക്കൊട്ടിലേക്ക് അടുക്കുന്നതിനനുസരിച്ച് കാര്യങ്ങൾ മാറുന്നു. തെരഞ്ഞെടുപ്പിന്റെ മുഖ്യധാരയിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളുടെ സ്വഭാവം മാറുന്നു. തന്നെയുമല്ല, ദേശീയ നേതാക്കളൊക്കെ കേരളം കേന്ദ്രീകരിച്ച് നടത്തുന്ന ചർച്ചകൾ അത് ഒരു രാജ്യമാകെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചർച്ചയാകുകയാണ്, ഒരു ദേശീയ വിഷയമായി മാറുന്നു എന്നതാണ് അല്ലേ? അതെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രയിൽ പ്രസംഗിക്കുമ്പോൾ പോലും പരാമർശിക്കുന്നത് എന്താണ്? അത് കേരളത്തെക്കുറിച്ചാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാക്കുകളാണ് ചർച്ചയ്ക്കായി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ത്യ മുന്നണി തകർന്നു എന്ന് പറയാൻ പ്രധാനമന്ത്രി ആയുധമാക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് CPIM ഏറ്റുമുട്ടലാണ്. മാത്രമല്ല, രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ എത്തിയ പ്രിയങ്ക ഗാന്ധിയും ആക്രമിക്കുന്നത് കേരളത്തിൽ മുഖ്യമന്ത്രിയെയും CPIM-നെയുമാണ്. ആ കാഴ്ചയും നമ്മൾ ഇന്ന് കണ്ടു. ഇന്ന് സംസ്ഥാനത്ത് പ്രിയങ്ക നിറഞ്ഞു നിന്ന ദിവസം കൂടിയാണ്. ഇനി 5 ദിവസം മാത്രമാണ് നമ്മുടെ ജനവിധിക്കായി ശേഷിക്കുന്നത്. അപ്പോൾ 6-ാം നാൾ പുലർന്നാൽ വോട്ടെടുപ്പായി. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളും ഒരുപാട് വാർത്തകളും ഉണ്ട്. ഇനിയുള്ള ദിവസങ്ങളെല്ലാം തന്നെ ഈ പ്രചാരണത്തിന്റെ വലിയൊരു കൊട്ടിക്കലാശത്തിലേക്ക് നമ്മൾ പോവുകയും ചെയ്യും അല്ലേ? അപ്പോൾ നമ്മൾ ആരംഭിക്കുന്നു ഇലക്ഷൻ സ്റ്റാൻഡ്. അങ്ങനെ ഈ ചൂടേറിയ ദിനത്തിലെ ആ ചൂടേറിയ വാർത്തയിലേക്ക് നമ്മൾ ആദ്യം കടക്കുന്നു. ഇലക്ഷൻ ഹോട്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെയും വയനാടിന്റെയും പേര് പ്രധാനമന്ത്രി മഹാരാഷ്ട്രയിലെ ഒരു വേദിയിൽ ഉന്നയിക്കുക. രാജ്യമെങ്ങും അത് ചർച്ചയാവുക. ഒട്ടും പ്രതീക്ഷിക്കാത്ത തലങ്ങളിലേക്കാണ് കാര്യങ്ങൾ മാറിമറിയുന്നത്. ബംഗാളിലെ കോൺഗ്രസ് CPIM കുറുമുന്നണി, തമിഴ്നാട്ടിൽ DMK തണലിലുള്ള വിശാല മുന്നണി, ഇവയുടെ രണ്ടിന്റെയും അസ്തിത്വം തന്നെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. उनके एक साथी केरल के मुख्यमंत्री ने जो शाहजादे को सुनाई है, मैं भी कभी ऐसी भाषा नहीं बोलता हूं, ऐसी भाषा बोली है उन्होंने. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഞാനെന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നതിലും വലിയ വിമർശനം ഉന്നയിക്കുന്നത് ആരാണ്? അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഇനി എന്ത് സംഭവിക്കും? अब जैसे इन्होंने अमेठी से भागना पड़ा, अमेठी छोड़ा, अब मान के चलिए वो वायनाड भी छोड़ेंगे. അമേഠിയിൽ നിന്ന് തോറ്റോടിയതുപോലെ വയനാട്ടിൽ നിന്നും ഓടേണ്ടി വരും. ഇതാണ് പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പ്. മഹാരാഷ്ട്രയിലെ ഒരു വിദൂര നഗരത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രസംഗിച്ചത്. അവിടെയാണ് വയനാടും മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രചാരണ വിഷയമായത്. ഇന്ത്യ മുന്നണിയുടെ നെഞ്ചത്ത് തന്നെ കൊള്ളുന്നത് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ മാത്രമല്ല. കേരള BJP president was caught with crores during the election. No action was taken on him. CPIM BJP ധാരണയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് തന്നെ പ്രിയങ്ക ഗാന്ധിയും ഇന്ന് ആവർത്തിക്കുന്നു. രാഹുലിന്റെയും പിണറായിയുടെയും പ്രിയങ്കയുടെയും വഴിയിൽ കത്തിയെടുത്ത് പരസ്പരം കുത്തുന്നത് മുന്നണി നേതാക്കൾ തന്നെയാണ്. തമിഴ്നാട്ടിൽ DMKയ്ക്ക് കീഴിൽ CPIM-ഉം കോൺഗ്രസും അച്ചടക്കത്തോടെ മുന്നേറുമ്പോഴാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ ഈ കടന്നാക്രമണം. ഞങ്ങൾ കോൺഗ്രസുകാർ ഉദയനിധി സ്റ്റാലിന്റെ നിലപാടിനെ പിന്തുണയ്ക്കുന്നില്ല എന്ന് മാത്രമല്ല രേവന്ത് റെഡ്ഡി പറഞ്ഞത്, കേരളത്തിൽ വന്ന് പിണറായി വിജയൻ വർഗീയവാദിയാണെന്നും പറഞ്ഞു. അപ്പോൾ ആരാണ് ഈ രേവന്ത് റെഡ്ഡി? ഈ പറഞ്ഞ മുഖ്യമന്ത്രി RSSന്റെ കളരിയിലാണ് വളർന്നു വന്നത്, RSകാരനായിട്ട്. പഴയ SFI-ക്കാർ മാധ്യമങ്ങളിൽ എത്തുന്നത് മാത്രമല്ല, പഴയ ABVP-ക്കാർ കോൺഗ്രസിൽ എത്തുന്നതും പ്രശ്നമാണ്. നിങ്ങളെ മുത്തശ്ശിയില്ലേ ഈ രാജ്യത്താകെ അടക്കി കാണിക്കുന്ന കാലം, അവരായിരുന്നു ഞങ്ങളെയൊക്കെ പിടിച്ച് ജയിപ്പിച്ചത്. എത്ര കാലം? രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് പറഞ്ഞതിനും മുഖ്യമന്ത്രിയുടെ ഈ മറുപടിക്കും അർത്ഥം ഒന്നേ ഉള്ളൂ. കേരളത്തിൽ കോൺഗ്രസിനും CPIM-നും പരസ്പരം ആക്രമിക്കാതെ നിലനിൽക്കാൻ കഴിയില്ല. ഇരു പാർട്ടികളും രൂപപ്പെട്ടതും വളർന്നതും ഈ പരസ്പര ആക്രമണത്തിലൂടെ തന്നെയാണ്. നമ്മളൊരു എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട്, കസവ് കെട്ടിയ പേടിത്തൊണ്ടന്മാർ. മുഖ്യമന്ത്രിക്ക് ചേരുന്ന ഏറ്റവും നല്ല പദം കസവ് കെട്ടിയ പേടിത്തൊണ്ടൻ എന്നാണ്. ഇത് സംഭവിക്കുന്നത് കോൺഗ്രസിനും CPIM-നും ഭരണമുള്ള കേരളത്തിലും തെലങ്കാനയിലുമാണ്. ഇവിടെ നിലനിൽപ്പ് പരസ്പരമുള്ള മത്സരത്തിലാണ്. കേരളത്തിൽ CPIM-നെ വിമർശിക്കാതെ കോൺഗ്രസിന് നിലനിൽപ്പില്ല, തിരിച്ചും. ഈ പ്രതിസന്ധിയിൽ വെട്ടിലായി സ്വന്തം പതാക പോലും ബലി കൊടുത്തു നിൽക്കുന്ന ഒരു പാർട്ടിയുണ്ട്. നമ്മളൊരു പ്രകടന പത്രികയല്ലല്ലോ ചർച്ച ചെയ്യുന്നത്, തെരഞ്ഞെടുപ്പല്ലേ. ആ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഞാൻ പറഞ്ഞല്ലോ, കോഴിക്കോട് കടപ്പുറത്ത് നിങ്ങളുടെ മുമ്പിൽ വെച്ച് രാഹുൽ പറഞ്ഞിട്ട് പിന്നെന്താ രാഹുൽ ഇത് പറയാത്തത് എന്ന് ചോദിക്കുന്നത് ശരിയാണോ?
പ്രകടന പത്രികയല്ല ചർച്ച ചെയ്യേണ്ടതെന്ന് മുസ്ലിം ലീഗിന്റെ ഉത്തരവാദപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി പറയുന്നതും ഈ നിലനിൽപ്പിന്റെ രാഷ്ട്രീയം കൊണ്ടാണ്. അന്തം വിട്ട പ്രതികൾ എന്തും ചെയ്യും എന്നാണ് ഇതിനുള്ള പഴമൊഴി. ഇലക്ഷൻ ഡെസ്ക് 24. അപ്പൊ അങ്ങനെ പ്രതീക്ഷിക്കാത്തൊരു വിഷയം അത് ഈ അവസാന ലാപ്പിൽ എത്തുമ്പോൾ അതൊരു മേജർ ചർച്ചയായി മാറുന്നു എന്നുള്ളതാണ് അല്ലെ കാഴ്ച. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പോൾ ഈ നിലയിൽ ഒരു വിവാദത്തിലേക്ക് പോയിരുന്നില്ല. അന്ന് ഇന്ത്യ മുന്നണി എന്നൊരു സംഗതി ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനപ്പുറം അന്ന് രാഹുൽ ഗാന്ധി സംസ്ഥാന സർക്കാരിനെ അധികം ആക്രമിച്ചിരുന്നില്ല. ഈ ദിവസങ്ങളിലൊക്കെ ഇത് എൻ്റെ കുടുംബാംഗങ്ങളാണ് ഇടതുമുന്നണി, ഞാൻ അവരെ റെസ്പെക്ട് ചെയ്യുന്നു, അവരുടെ ആശയങ്ങളോട് വിയോജിപ്പുണ്ട്, എങ്കിലും അവർ എൻ്റെ ഫാമിലി മെമ്പേഴ്സായാണ് കാണുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി അല്ലെങ്കിലും എനിക്ക് തോന്നുന്നു ഈ ഇന്ത്യ മുന്നണി രൂപീകരണ സമയത്ത് തന്നെ ഉന്നയിക്കപ്പെട്ട ചോദ്യമാണിത്. എങ്ങനെയായിരിക്കും സംസ്ഥാനങ്ങളിൽ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് അല്ലേ. പക്ഷേ ഇത് കേരളത്തിൽ ഇത്രയും സങ്കീർണമായ ചർച്ചയിലേക്ക് ഈ പ്രശ്നം പോകുമെന്ന് ആരും കരുതിയിരുന്നില്ല. മാത്രമല്ല പ്രതീക്ഷിക്കാതെയാണ് BJP ഇത് ആയുധമാക്കുന്നതും അല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് പോവല്ലേ. അതെ, പോകാൻ മുമ്പ് ഒരുപാട് പേര് നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഹായ് പറയുന്നുണ്ട്. വിജയകുമാറിന് പ്രത്യേകമായി മെൻഷനിങ് ഉണ്ട്. കാരണം ഒരു കാര്യം പറയുന്നുണ്ട്, അതും കൂടെ പറഞ്ഞിട്ട് പോകാം നമുക്ക് അടുത്തിൽ. ഇന്നലെ വിജയകുമാർ തൃശ്ശൂർ പൂരത്തിൽ നിന്ന് മടങ്ങിയതോടെയാണ് കാര്യങ്ങളെല്ലാം അവിടെ അവതാളത്തിലായത്. അവിടെ നിന്നിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു. അടുത്ത പൂരത്തിന് വലിയ പ്രതീക്ഷ വെടിക്കെട്ടും കൂടി കഴിഞ്ഞിട്ടേ പോരുന്നുള്ളൂ. പ്രശ്നം ഉണ്ടാകാൻ നോക്കാം. അതെ, ഓക്കെ. അപ്പൊ നമ്മൾ തിരിച്ച് നമ്മുടെ സെഗ്മെന്റിലേക്ക് വരാം. മാന്യ മഹാജനങ്ങളെ, LDFന് വോട്ട് ചോദിച്ച് സമസ്ത മുഖപത്രം പരസ്യം പ്രസിദ്ധീകരിച്ചാൽ എന്ത് സംഭവിക്കും? ബിസിനസിന്റെ ഭാഗമല്ലേ പരസ്യം എന്ന് നേതാക്കൾ പറഞ്ഞാലും അണികൾ അത് സമ്മതിക്കുമോ? പരസ്യം പ്രസിദ്ധീകരിച്ചതിന് മലപ്പുറം തിരൂരങ്ങാടിയിലാണ് സുപ്രഭാതം പത്രം കത്തിച്ചത്. പരസ്യം തെരഞ്ഞെടുക്കുന്നതിലും വേണ്ടേ നിലപാടും പ്രത്യയശാസ്ത്രവും എന്നാണ് പ്രതിഷേധിക്കുന്നവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം. മുഖപത്രം സമസ്തയുടേത്, മുഖചിത്രം മുഖ്യമന്ത്രിയുടേത്. പോരെ പുകിൽ വിഷയം കത്താനും പത്രം കത്തിക്കാനും. അങ്ങനെ സുപ്രഭാതം, പ്രതിഷേധാർഹം സുപ്രഭാതം മുസ്ലിം ലീഗിന്റെ ശക്തനായ നേതാവ് LDFന്റെ തെരഞ്ഞെടുപ്പ് പരസ്യം എങ്ങനെ മുഖ്യമന്ത്രിയുടെ ചിത്രത്തോടുകൂടി സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിൽ വന്നു? പരസ്യമല്ലേ പരസ്യം. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, പരസ്യം ഓരോ പത്രത്തിലും വരും. അത് പത്രത്തിൻ്റെ നിലപാടോ അല്ലെങ്കിൽ സംഘടനയുടെ നിലപാടോ ഒന്നുമല്ലല്ലോ. അതിനേക്കാൾ കൂടുതൽ ഇടതില്ലെങ്കിൽ ഇന്ത്യക്ക് രക്ഷയില്ല. പശ്ചിമഘട്ടത്തിനപ്പുറം എവിടെയാണ് ഇടത്? അങ്ങനെ ഒരു പരസ്യം കൊടുക്കുമ്പോൾ നമ്മൾക്ക് കുറച്ച് ഔചിത്യമാണ്. കച്ചവടത്തിന്റെ കാര്യമൊക്കെ ദേശീയ ജനറൽ സെക്രട്ടറിക്ക് പറയാം. എന്നാൽ സമസ്തയ്ക്കും ലീഗിനും വേണ്ടി ജീവിതം മാറ്റിവെച്ചവരുടെ കാര്യം വേറെയാണ്. തിരൂരങ്ങാടി കൊടിഞ്ഞിയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകൻ കോമ്മുക്കുട്ടി ഹാജിയാണ് പത്രം കത്തിച്ചത്. ഞാൻ ഇങ്ങോട്ട് ആ പേപ്പർ ഞാൻ കത്തിക്കാനും മുന്നേ തന്നെ ഞാൻ വായനശാല പോയി. കൊടിഞ്ഞിൽ കൊരങ്ങാടി വായനശാലുണ്ട്, എല്ലാ പേപ്പറും അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ പോയി കാണാൻ നോക്കിയപ്പോൾ സുപ്രഭാതത്തിലല്ലാതെ ഒരു പേപ്പറിനും ഈ പരസ്യമില്ല. അപ്പോൾ എനിക്കിങ്ങനെ ദേഷ്യം പിടിച്ചു. കാരണം നമ്മൾ സമസ്തക്ക് വേണ്ടിയിട്ട് എല്ലാം അനുഭവിക്കണ്, എല്ലാം ചെയ്യണ്. തങ്ങന്മാരും മുത്തുകോതങ്ങളെയും സാധിക്കലങ്ങളൊക്കെ ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്. പക്ഷേ പെട്ടെന്നൊരു പ്രഷർ കാരണത്താൽ ഈ പേപ്പർ വേണ്ട എന്നാണ്ട് കത്തിച്ചു. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തണമെന്ന് സമസ്തയിലെ ഒരു വിഭാഗം ആവശ്യപ്പെട്ടെന്ന പ്രചാരണത്തിനിടയിലാണ് പത്രം കത്തിക്കൽ. കത്തിച്ചയാൾ ഭാരവാഹിയല്ല എന്നാണ് ലീഗിന്റെ വിശദീകരണം. പത്രം കത്തിച്ച നടപടി കാടത്തമെന്ന് ലീഗിനെ പ്രതിരോധത്തിലാക്കുകയാണ് പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി KS ഹംസ. ഹീനപ്രവർത്തികൾ ചെയ്യുന്നവരെ കരുതിയിരിക്കണമെന്ന പ്രതികരണവുമായി സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗവും രംഗത്തെത്തി. ചന്ദ്രികയിൽ നേരത്തെ വന്ന മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടി സമസ്താണികൾ സോഷ്യൽ മീഡിയയിൽ പ്രതിരോധം തീർക്കുന്നുണ്ട്. LDFും സമസ്തയിലെ ലീഗ് വിരുദ്ധരും കിട്ടിയ അവസരം മുതലാക്കാനുള്ള ശ്രമത്തിലുമാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിൽ എത്തി നിൽക്കുമ്പോഴുള്ള പത്രം കത്തിക്കൽ വിവാദം സമസ്ത വോട്ടുകളെ സ്വാധീനിക്കുമെന്നുറപ്പാണ്. സമസ്ത വോട്ടുകൾ ഇടത്തോട്ട് ചായുമോ അതോ ലീഗിന്റെ പെട്ടിയിൽ തന്നെ വീഴുമോ? കാത്തിരുന്ന് കാണാം. തിരൂരിൽ നിന്നും സമീർ ബിൻ കരീം, 24. അപ്പോൾ സമസ്തയുടെ വോട്ട് കൂടിയാണ് ഇവിടെ ഈ പത്രം കത്തിച്ച വിവാദത്തിനിടയിൽ ചർച്ചയാകുന്നത്. അത് എവിടെയൊക്കെ പോകും, എങ്ങോട്ടൊക്കെ പോകുമെന്ന ആശങ്ക അല്ലെങ്കിൽ സംശയം, അത്തരം ചോദ്യങ്ങളൊക്കെ ഉയർത്താൻ
ഈ വിവാദം കാരണമാകുമോ എന്നാണ് നമ്മൾ അറിയേണ്ടത്. എന്തായാലും പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ സ്പ്ലിറ്റ് ആണല്ലോ ഒരു പ്രധാനപ്പെട്ട അല്ലേ ഒരു ഫലം അതിൽ സമസ്തയും എന്താണ് സമസ്ത നേതൃത്വവും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള ബന്ധമൊക്കെ കഴിഞ്ഞ കുറെ നാളുകളായി ചർച്ചയാണ്. അപ്പോൾ സ്ഥാനാർത്ഥിത്വത്തിലൊക്കെ അത് പ്രതിഫലിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം സംസ്ഥാന നേതൃത്വത്തോട് ചോദിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അപ്പോൾ അതിന് മറുപടിയൊക്കെ വന്നതാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ അത് എങ്ങനെയായിരിക്കും? അപ്രതീക്ഷിതമായി മറ്റൊരു വിവാദം കൂടി തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വീണ് കിട്ടുകയാണെന്ന് മലബാറിലൊക്കെ വലിയ ചർച്ചയാകുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് പോകുന്നു. വോട്ടു കഥ. ഇന്നലെ വോട്ടെടുപ്പ് നടന്നതിൽ പ്രത്യേകതയുള്ള ഒരിടമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപം. 15 വർഷത്തിനിടയിൽ ഏറ്റവും കുറവ് പോളിംഗ് ആണ് ദ്വീപിലെ ഏക മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത്. ആൻഡമാനിലെ രംഗാത്തിൽ നിന്ന് ഇന്ന് രാവിലെ വോട്ടിംഗ് മെഷീനുകൾ പോർട്ട് ബ്ലെയറിലേക്ക്, അതാണല്ലോ അതിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അല്ലേ, അത് കൊണ്ടുപോകുന്നതിന് അതേ കപ്പലിൽ തന്നെ യാത്ര ചെയ്ത എഴുത്തുകാരിയായ ഇന്ദിര തുറവൂർ 24-നായി ആ ദൃശ്യങ്ങൾ പകർത്തി എക്സ്ക്ലൂസീവ് വിഷ്വൽസ് ആണ്. നമുക്ക് ആ റിപ്പോർട്ട് കാണാം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഒറ്റ ലോക്സഭാ സീറ്റ് മാത്രമേ ഉള്ളൂ. മൊത്തം 3.15 ലക്ഷം വോട്ടർമാർ. ഇന്നലെ നടന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ ദ്വീപിലെ 63.99% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 15 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനമാണിത്. കോൺഗ്രസും BJPയും തമ്മിലാണ് കാലങ്ങളായി ആൻഡമാനിലെ പോരാട്ടം. സിറ്റിംഗ് MP-യായ കോൺഗ്രസിന്റെ കുൽദീപ് ശർമ്മയും BJPയുടെ ബിഷ്ണു പാഡറയും തമ്മിലായിരുന്നു മത്സരം. പല പോളിംഗ് സ്റ്റേഷനുകളും ഒറ്റപ്പെട്ട ഇടങ്ങളിലായിരുന്നു. കടൽ വഴിയും കാൽനടയായുമൊക്കെയാണ് പലരും പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തുന്നത്. വോട്ട് രേഖപ്പെടുത്തിയ മെഷീനുകൾ രംഗാത്തിൽ നിന്ന് പോർട്ട് ബ്ലെയറിലേക്ക് കപ്പലിലാണ് കൊണ്ടുപോയത്. ഇലക്ഷൻ ഡെസ്ക് 24. ഇനി നമുക്ക് പോകേണ്ടത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മിന്നായം പോലെ വരുന്ന ആ സംഭവങ്ങൾ നമ്മുടെ കണ്ണിലുടക്കും അത്തരമൊരു സെഗ്മെന്റിലേക്കാണ് മിന്നൽ. തെരഞ്ഞെടുപ്പ് കാലത്ത് ആരോഗ്യകരമായ ചർച്ചകൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉള്ളത് ചായക്കടകളാണ്. ചെറിയ നാട്ടുവഴികളിലും ഒപ്പം ഗ്രാമങ്ങളിലൊക്കെ കാണുന്ന ചായക്കടകൾ അതിനൊരു കേന്ദ്രം കൂടിയാണ്. ഭരണ നേട്ടങ്ങളും കോട്ടങ്ങളും എല്ലാം വിശദമായി തന്നെ അവിടെ ചർച്ചയാവുകയും ചെയ്യും. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് പിന്നിലെ ചായക്കടയിലെത്തി ചായ കുടിക്കുമ്പോൾ കടക്കാരൻ ഒരു വോട്ട് കൂടി ചോദിച്ചാൽ അത്ഭുതപ്പെടേണ്ട. കാരണം അത് ചാല മോഹനാണ്. മൂപ്പര് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടിയാണ്. ചൂട് ചായയ്ക്കും കടിക്കുമൊപ്പം കുറച്ച് രാഷ്ട്രീയം. ഭരണസിരാ കേന്ദ്രത്തിലെ അന്തഃപുര വർത്തമാനം. 16 വർഷം ചാലമോഹനൻ എന്നറിയപ്പെടുന്ന കരിമണം സ്വദേശി മോഹനന്റെ ദിനചര്യ ഇതായിരുന്നു. ഇപ്പോൾ ചായ കുടിക്കാൻ വരുന്ന പതിവുകാരോട് മോഹനൻ ഒരു കാര്യം കൂടി ആവശ്യപ്പെടും. വോട്ട് നമ്മുടെ തിരുവനന്തപുരം പാർലമെന്റിലാണോ അതോ ആറ്റിങ്ങലാണ്? എന്നാൽ നമ്മളെ പഴയ ബന്ധം തിരുവനന്തപുരം മണ്ഡലത്തിലുണ്ടല്ലോ. ആ സുഹൃത്ത് ബന്ധം വെച്ച് ആ വോട്ട് ആട്ടോ ചിഹ്നത്തിൽ മത്സരിക്കുന്ന ചാലമോഹനൻ പോസ്റ്റർ തലയ്ക്ക് മുകളിൽ പോസ്റ്റർ. 3 മുന്നണികളും വാശിയോടെ പ്രചാരണങ്ങളിൽ മുഴുകുമ്പോൾ ചാലമോഹനനും അദ്ദേഹത്തിന്റെ ദളിത് മുന്നേറ്റ പാർട്ടിയും അതിൽ നിന്ന് വ്യത്യസ്തനാണ്. അപ്പോഴും ചിലർ ചോദിക്കും, എന്തിനാ വെറുതെ തോൽക്കാനായിട്ട്? ഞാൻ പൈസ കൊടുത്താൽ കിട്ടാത്തൊരു വലിയ പരസ്യമാണ് യഥാർത്ഥത്തിൽ ഈ പാർലമെന്റ് ഇലക്ഷൻ എന്ന് പറയുന്നത്. ചായത്തട്ടിൽ നിന്ന് കിട്ടുന്ന വരുമാനവും സുഹൃത്തുക്കളുടെയും പരിചയക്കാരുടെയും സഹായവുമാണ് ചാലമോഹനന് പ്രചോദനം. ഞങ്ങളൊന്നും ചെറിയ ആൾക്കാരൊന്നും ചോദിച്ചാൽ വലിയ കടക്കാരൊന്നും സംഭാവന തരില്ല. അവർ പറയുന്നത് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കും. അപ്പോൾ എന്തിനാണ് മത്സരിക്കുന്നു എന്നൊരു ചോദ്യമാണ് ആക്ഷേപ രൂപത്തിൽ ചിലരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. 36 വർഷമായി പൊതുപ്രവർത്തന രംഗത്തുള്ള മോഹനൻ നഗരത്തിൽ പലർക്കും സുപരിചിതൻ. ഇതിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും കളക്ട്രേറ്റിലുമെല്ലാം കയറിയിറങ്ങും. എല്ലാത്തിനും ഒപ്പമുള്ളത് ചീഫ് ഇലക്ഷൻ ഏജന്റ് കൂടിയായ ഭാര്യ നസീബ. ഞങ്ങൾ വയ്യാതാകുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കട അടച്ചിടും.
എന്നാലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ പൈസ ഇല്ല വന്നപ്പോൾ ഞാൻ തന്നെ പറഞ്ഞാണ് ഞാനൊരു പിരിവെടുത്ത് തരാം, പിരിവെടുത്ത് നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് വിഷമമില്ല, പിന്നെ എനിക്കൊരു വിഷമമില്ല, പിരിവല്ല, നമ്മൾ കച്ചവടം ആകുമ്പോൾ നമുക്ക് പിരിവ് അടച്ചു കൊടുക്കാം. തെരഞ്ഞെടുപ്പ് മത്സരം കക്ഷിക്ക് അത്ര പുതുമയുള്ള കാര്യമല്ല. 2020 കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മണക്കാട് വാർഡിൽ മത്സരിച്ചാണ് തുടക്കം. അന്ന് മത്സരിക്കാൻ നിർബന്ധിച്ചവർ തന്നെ പാലം വലിച്ചതിനാൽ വോട്ട് 50-ൽ താഴെ മാത്രമാണ് കിട്ടിയത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 266 വോട്ട് കിട്ടി. ചാല മോഹനൻ ഉൾപ്പെടെ 9 സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് ഇത്തവണ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത്. പോരാട്ടം പതിവാക്കുന്നവർക്ക് തോൽവിയൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇതാണ് ചാല മോഹനന്റെ ആറ്റിറ്റ്യൂഡ്. ജയിക്കില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട്. പക്ഷേ ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയാവുക എന്നുള്ളത് എൻ്റെ അവകാശമാണ്. ആ അവകാശമാണ് ഞാൻ വിനിയോഗിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും അഭിലാഷ് തൊഴുവങ്കോടിനൊപ്പം അജീഷ് ജയകുമാർ, 24. വിജയമറി, സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോഴേ പലപ്പോഴും ഉന്നയിക്കുന്ന എന്തിനാണ് ഇവർ മത്സരിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അതായത് എന്തായാലും വിജയിക്കില്ല എന്ന് ഉറപ്പിച്ച് മത്സരിക്കുന്ന പല ആൾക്കാരുണ്ട്. അപ്പം വെറുതെ എന്തിനാണ് മത്സരിക്കുന്നത് ഒരുപാട് ചോദിക്കാറുണ്ട്. അപ്പൊ എന്തായിരിക്കും ഇവരുടെ മനസ്സിൽ? പക്ഷേ ഇതിൽ ചാലമോഹൻ അതിന് കൃത്യമായി മറുപടി പറയുന്നുണ്ട്. അതായത് ചില ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ ആശയം മനസ്സിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അപ്പോൾ അവർ ആ പിന്തുണയ്ക്കുകയോ അതിനെ എതിർക്കുകയോ ഒക്കെ ചെയ്യട്ടെ. പക്ഷേ അത്തരം ഒരു ആശയം ചർച്ച ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് വേദികൾ ഉപയോഗിക്കുന്ന പബ്ലിസിറ്റി കിട്ടും. അതെ, ഈ പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ ഉയർത്തി, ചില പാറമടകൾ ഉയർത്തുന്ന പ്രശ്നങ്ങൾ അതൊക്കെ ഉയർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നവരുണ്ട്. അപ്പോൾ ആ നാട്ടിലെ കുറെ ആളുകളിലേക്ക് കൂടി ഈ സന്ദേശം എത്തുന്നുണ്ട്. അങ്ങനെ പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ ഉയർത്തുന്നവരുണ്ട്. അതുപോലെ ദളിത് പ്രശ്നമാണ് ചാലമോഹൻ ഉന്നയിക്കുന്നത്. അദ്ദേഹം അത് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവട്ടെ എന്ന് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ അത് മുന്നോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ അങ്ങനെയും ചിലരുണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ നമ്മുടെ അടുത്ത സെഗ്മെന്റ് അല്ലേ? യെസ്, ഇതാ ഈ വാഹനത്തിന് പിന്നാലെ. ഈ വോട്ട് വണ്ടികൾക്കിടയിലൂടെയും നിർത്താതെ സഞ്ചരിക്കുന്ന മറ്റു ചിലരുണ്ട്. ഭക്ഷണ വിതരണ കമ്പനികളിലെ ഡെലിവറി ജീവനക്കാരാണത്. അവർക്കും ഈ വോട്ടുകാലത്ത്, തെരഞ്ഞെടുപ്പ് കാലത്ത് ചിലത് പറയാനുണ്ട്. പോളിംഗ് ബൂത്തുകളിലേക്ക് പോകും മുൻപ് സ്വന്തം ജീവിത പ്രശ്നങ്ങൾ തുറന്നു പറയുകയാണ് തിരുവനന്തപുരത്തെ ഫുഡ് ഡെലിവറി ജീവനക്കാർ. ഒരു റൈഡറിന് വേണ്ടിയോ അവൻ്റെ കുടുംബത്തിന് വേണ്ടിയോ അവൻ്റെ വണ്ടിക്ക് വേണ്ടിയോ അവൻ്റെ മൊബൈലിന് വേണ്ടിയോ അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ട പോലും യാതൊരു ഗ്യാരണ്ടി ഈ കമ്പനികളുടെ ഭാഗത്തു നിന്നില്ല. സിറ്റിയിൽ ഓടുന്ന ഒരു റൈഡർ ഒരിക്കലും ഇപ്പോൾ ഈ നിലവിലുള്ള ഭരണത്തെ അനുകൂലിക്കില്ല. കാരണം റോഡുകൾ അത്രയും വളരെ മോശമാണ്. ഇന്ന് തുറന്നിരിക്കുന്ന റോഡ് ചിലപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് അതുവഴി പോകുമ്പോൾ അത് അടച്ചിരിക്കും. ദുരിതങ്ങൾ പലയാവർത്തി സർക്കാരിനെ അറിയിച്ചു, സമരം ചെയ്തു. പക്ഷേ വിതരണ കമ്പനി ഇപ്പോഴും മനുഷ്യത്വരഹിതമായി പെരുമാറുന്നുവെന്നാണ് ഇവർ പറയുന്നത്. ചെയ്യുന്ന ജോലിക്ക് കിട്ടേണ്ട ശമ്പളമല്ല നൽകുന്നത്, കൂടാതെ നഷ്ടവും സഹിക്കണം. പിന്നെ ഏണിങ്സിനെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായിട്ടൊരു ഏണിങ്സ് ഈ മേഖലയിൽ ഇതുവരെ ഫിക്സഡ് ആയിട്ടില്ല. 7 ദിവസം ഉണ്ടെങ്കിൽ 7 ദിവസവും 7 ഏണിങ്സ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഓടുക, അല്ലെങ്കിൽ ഈ ഫീൽഡിൽ വിട്ടിട്ട് നിങ്ങൾ വേറെ ഫീൽഡിലോട്ട് പോകാം. ഇപ്പോൾ വേറെ ഇതിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ, എന്നെ സംബന്ധിച്ച് ഞാൻ സ്റ്റുഡൻ്റാണ്, അപ്പോൾ എൻ്റെ പാർട്ട് ടൈം മേഖലയാണിത്. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ടൈപ്പാണ്. ഓൺലൈൻ ഭക്ഷണ വിതരണക്കാർക്കായി നിയമനിർമ്മാണം നടത്തുമെന്ന് സർക്കാർ ആവർത്തിച്ചു പറഞ്ഞെങ്കിലും ഒന്നും നടന്നില്ല. സമരം ചെയ്യുന്നവരെ പുറത്താക്കുക എന്ന നിലപാടാണ് വിതരണ കമ്പനികൾക്ക്. അസംഘടിത മേഖല ആയതുകൊണ്ട്, ഇതൊരു നിയന്ത്രണമില്ലാത്തൊരു പൊസിഷൻ ആയതുകൊണ്ടും ഇതിനൊരു മാറ്റം എന്തായാലും വരുന്ന ഏത് ഗവൺമെൻറ് ആയാലും പരിഹരിക്കുമെന്നാണ് നമ്മുടെ ഉത്തമ വിശ്വാസം. കാരണം ഇത് മുതലാളിമാരെ ആർക്കും അറിയില്ല. തൊഴിലാളികൾ മാത്രം റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടന്നു പോവുകയാണ്. ഇതിൻ്റെ ഓണർഷിപ്പ് ആരാണെന്ന് ഇന്ന് വരെ ഒരാൾക്കും അറിയില്ല. അതാണ് സത്യം. ഹോട്ടൽ ജീവനക്കാരിൽ നിന്ന് പലപ്പോഴും ഇവർ നേരിടേണ്ടി വരുന്നത് ക്രൂരതകളാണ്. കഴിഞ്ഞ ദിവസവും തിരുവനന്തപുരത്ത് ഹോട്ടൽ ജീവനക്കാരന്റെ മർദ്ദനത്തിൽ ഡെലിവറി ജീവനക്കാരന് പരിക്കേറ്റിരുന്നു. ഭക്ഷണം എത്തിക്കുന്നത് അല്പം വൈകിയാൽ ഓർഡർ ചെയ്യുന്നവരുടെ പെരുമാറ്റവും മോശം തന്നെ. ചിലരൊക്കെ നമ്മളോട് ദേഷ്യപ്പെടാറൊക്കെയുണ്ട്. പിന്നെ രാത്രി കാലങ്ങളിലാണ് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നത്. കാര്യം പലയിടങ്ങളിൽ വഴി തെറ്റി പോകുമ്പോഴത്തേക്കും പിന്നെ ഏതെങ്കിലും ഈ വഴിവിളക്കുകളില്ലാത്ത സ്ഥലങ്ങളിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമൊക്കെ ഒരുപാട് നേരിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ സ്വിഗ്ഗിയോട്, മാനേജ്മെൻറ്റിനോട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അവിടെ വില പോയിട്ടില്ല.
വോട്ടവകാശം വെറുതെ കളയാൻ ഇവർ തയ്യാറല്ല. പക്ഷേ ഇത്തവണ വോട്ട് ചെയ്യുമ്പോൾ ദുരിതത്തിന് പരിഹാരമുണ്ടാകണമെന്നാണ് ആവശ്യം. പ്രതീക്ഷ, 24 തിരുവനന്തപുരം. അപ്പൊ നമുക്കൊരു ഇടവേള എടുക്കാൻ സമയമായിട്ടുണ്ടല്ലേ വിജയകുമാർ? ഇടവേളയ്ക്ക് പോകും മുമ്പ് ചോദ്യമുണ്ടോ? ഒരു ചോദ്യം ചോദിക്കാം. അല്ല, ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി നടത്തിയ മുഖ്യമന്ത്രിക്ക് നടത്തിയ വിമർശനം അത് വലിയ ചർച്ചയാകുന്നുണ്ടല്ലോ. തിരികെ മുഖ്യമന്ത്രി ഒരു മറുപടി രാഹുൽ ഗാന്ധിക്ക് നൽകിയിരുന്നു. അത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, താങ്കളുടെ മുത്തശ്ശി അല്ലേ, അതെ, അടിയന്തരാവസ്ഥ കാലത്ത് തങ്ങളെ ജയിലിട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അതുമായി ബന്ധപ്പെടുത്തി ഒരു ചോദ്യം ചോദിക്കാം. ഈ അടിയന്തരാവസ്ഥ കാലത്ത് അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 6ാം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് ഫലം വരികയും കോൺഗ്രസ് തോൽക്കുകയും ചെയ്യുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു, ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് പ്രധാനമന്ത്രിയായത്, അല്ലെങ്കിൽ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി, ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ഭാരതത്തിനുണ്ടാകുന്നത് ആ ഇലക്ഷനിലാണ്. ആരാണ് കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി, അല്ലെങ്കിൽ ആദ്യമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് കോൺഗ്രസ് ഇതര പാർട്ടിക്കാരൻ ആരാണ് എന്നാണ് ചോദ്യം. കണ്ടുപിടിക്കുക. അപ്പോൾ ആ ഉത്തരം തേടി വെച്ചേക്കുക. അതൊരു ഇടവേള കഴിഞ്ഞ് നമ്മൾ എത്തും. രാഷ്ട്രീയ കേരളത്തിന്റെ അടിവേരുകൾ തേടിയുള്ള നമ്മുടെ യാത്ര ഇടവേളയ്ക്ക് ശേഷം തുടരും. യെസ്, വെൽക്കം ബാക്ക്. ഇലക്ഷൻ സ്റ്റഡി തുടരുകയാണ്. അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ, അടുത്ത സെഗ്മെന്റിലേക്ക് പോകുമ്പോൾ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാം അല്ലേ? അപ്പോൾ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ഇന്ത്യയുടെ ആദ്യത്തെ എന്നായിരുന്നു ചോദ്യം. അത് മൊറാർജി ദേശായി ആണ് ശരി ഉത്തരം. ഒരുപാട് പേര് ശരി ഉത്തരം അയച്ചു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഭാഗമായിരുന്നു. മൊറാർജി ദേശായി 1975 ജൂൺ 25-നാണ് ശരിക്കും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. പിന്നീട് 2 വർഷക്കാലം, ഏതാണ്ട് 1.5 വർഷക്കാലം, അതെ, 77 ജനുവരിയിൽ ഒരു നേരിയ ഇളവ് പ്രഖ്യാപിക്കുന്നു. പിന്നാലെ ഇലക്ഷൻ നടക്കുന്നു. 77 മാർച്ച് 24-നാണ് മൊറാർജി ദേശായി പുതിയ പ്രധാനമന്ത്രിയായി അധികാരത്തിൽ വരുന്നത്. പക്ഷേ അധികാരം പോയില്ല. 1980-ൽ വീണ്ടും ഇലക്ഷൻ വരുന്നു, ഇന്ദിരാഗാന്ധി തിരിച്ചു വരുന്നു. അതൊക്കെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രമാണ്. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം പറഞ്ഞ ആളെ കൂടി പ്രഖ്യാപിച്ചാൽ നമുക്ക് അടുത്ത അത് വേണമെങ്കിൽ ഗസ് ചെയ്യാം. ദേവനായിരിക്കും അല്ലേ? ദേവനാണ്. ദേവൻ ഇത്തവണയും അത് കൊണ്ടുപോവാണ് 1ാം സ്ഥാനം. ഇത്തവണയും ശരി ഉത്തരം ആദ്യമായി പറഞ്ഞത് മൊറാർജി ദേശായി എന്ന് ആദ്യമായി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ജനറൽ നോളജ് നമ്മൾ നമിക്കുന്നു അല്ലേ? പിന്നെ രക്ഷയില്ല. അപ്പോൾ നമ്മളുടെ അടുത്ത സെഗ്മെന്റ് വേരുകൾ. ഇന്ന് കേരളത്തിലുള്ള കോൺഗ്രസ് നേതാക്കളിൽ ശശി തരൂർ ഒഴികെ എല്ലാവരും KSUവിലൂടെ വളർന്നു വന്നവരാണ്. വയലാർ രവി എന്ന ബിരുദ വിദ്യാർത്ഥിയുടെ ഭാവനാസമ്പന്നമായ തീരുമാനമാണ് സംഘടനയുടെ വളർച്ചയ്ക്ക് പിന്നിൽ. ഇന്ന് വ്യവസായങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത് പോലെയായിരുന്നു അന്ന് ആ സംഘടനയുടെ പിറവി. എറണാകുളം ലോ കോളേജിൽ മാത്രമുണ്ടായിരുന്ന സംഘടനയെ ഒരു അക്വിസിഷനിലൂടെയാണ് വയലാർ രവി ഏറ്റെടുത്തതും കേരളം മുഴുവൻ എത്തിച്ചതും. AK ഗോപാലൻ ഒളിവിൽ താമസിച്ച വയലാർ കിഴക്കേ മുക്കോപ്പറമ്പിൽ എന്ന കമ്മ്യൂണിസ്റ്റ് കുടുംബം. അവിടെ നിന്ന് ചുവപ്പുപേക്ഷിച്ച് കോൺഗ്രസിലെത്തിയതാണ് ദേവകി കൃഷ്ണനും മകൻ MK രവീന്ദ്രനും. കേരളത്തിൽ കോൺഗ്രസിന് കീഴിൽ വിദ്യാർത്ഥികൾക്ക് മാത്രമായൊരു വിശാല സംഘടന വേണം. വയലാർ രവി എന്ന ആലപ്പുഴ SD കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയുടെ ചിന്തയാണ് എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിലെത്തിയത്. ലോ കോളേജ് നേതാക്കളെ വയലാർ രവി ആലപ്പുഴയിലേക്ക് വിളിച്ചു വരുത്തി. നാഷണൽ ട്യൂട്ടോറിയലിലായിരുന്നു ആ കൂടിക്കാഴ്ച. വയലാർ രവി, ജോർജ് തരകൻ, AD രാജൻ, AA സമദ്, PA ആന്റണി, PK കുര്യാക്കോസ് എന്നിവരാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. ആ യോഗം KSUവിനെ സംസ്ഥാന സംഘടനയായി പ്രഖ്യാപിച്ചു. ജോർജ് തരകൻ തന്നെ പ്രസിഡന്റ്, വയലാർ രവി ജനറൽ സെക്രട്ടറിയും. സംഘടന ആദ്യമായി പ്രഖ്യാപിച്ച പ്രക്ഷോഭമായിരുന്നു ഒരണ സമരം. ആ സമരത്തിലാണ് AK ആന്റണി പങ്കെടുക്കുന്നത്. KSUവിനുണ്ടായ വളർച്ച കണ്ടാണ് ഇന്ദിരാഗാന്ധി വയലാർ രവിയെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. NSU എന്ന സംഘടന രൂപീകരിക്കാനുള്ള ചുമതല. അതോടെ കേരളത്തിൽ KSU നേതാക്കളായി AK ആന്റണിയും ഉമ്മൻചാണ്ടിയും വളർന്നു. ചിറിയൻ കീഴിൽ നിന്ന് 32-ാം വയസ്സിൽ ലോക്സഭയിലെത്തിയ വയലാർ രവി 35-ാം വയസ്സിൽ പ്രവർത്തക സമിതി അംഗമായി. അതും ഇന്നത്തേതുപോലെ നാമനിർദ്ദേശമല്ല, വോട്ടെടുപ്പിലൂടെയായിരുന്നു പ്രവർത്തക സമിതി പ്രവേശം. ഏറ്റവും ഭാവനാസമ്പന്നനായ നേതാക്കളിൽ ഒരാളായിരുന്ന വയലാർ രവി പിന്നീട് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ അപ്രസക്തനാകുന്നതും കേരളം കണ്ടു. ഇലക്ഷൻ ഡെസ്ക് 24. അതാണ് KSUവിന്റെ പിറവിയുടെ കഥ അല്ലേ? അപ്പൊ അടുത്ത സെഗ്മെന്റിലേക്ക് വളരെ പെട്ടെന്ന് പോകുന്നു. വോട്ട് നാടകം. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുമോ? ഒരിക്കലും സംഭവിക്കാൻ ഇടയില്ലാത്ത ഒരു കാര്യമാണിത്. എന്നാൽ പിണറായി വിജയൻ മാത്രമല്ല, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും MP വീരേന്ദ്രകുമാറും AK ആന്റണിയും ഒക്കെ വയനാട്ടിൽ വോട്ട് ചോദിക്കുന്നുണ്ട്. അനുകരണ കലയെ ഫലപ്രദമായി ഉപയോഗിക്കുന്ന ഒരു കലാകാരനാണ് ശബ്ദത്തെ പ്രചാരണ ആയുധമാക്കുന്നത്. ആ കാഴ്ചയാണ് ഇനി. വയനാട് മണ്ഡലത്തിൽ നിന്നും പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് വോട്ടഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയത്.
ജാതി മത വർണ്ണ ചിന്തകൾക്കപ്പുറം മനുഷ്യസ്നേഹം എന്ന മാനവികത ഉയർത്തിപ്പിടിക്കുന്നതിനു വേണ്ടി ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും വൈകുണ്ഠ സ്വാമികളുമൊക്കെ ഉഴുതുമറച്ച മതേതര മണ്ണ് നിലനിൽക്കുന്നതിനു വേണ്ടി നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് വോട്ടഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ എത്തിയത്. പേര് ഉമ്മർ പൂപ്പറ്റ, വയനാട് കാക്കവയൽ സ്വദേശിയാണ്. മിമിക്രിയിൽ 1000-ലധികം വേദികൾ ഇതിനകം പൂർത്തിയാക്കി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇത് വേറിട്ട വഴി. ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് ജില്ലയിൽ നിന്ന് മത്സരിക്കുന്ന നമ്മുടെ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ എത്തിയത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യരാജ്യ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് കൈപ്പറ്റി ചിലച്ച് വോട്ട് ചെയ്യണം. പ്രചരണ രംഗത്ത് എല്ലാ ആയുധങ്ങളും ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ സിനിമാ താരങ്ങളെയും രാഷ്ട്രീയക്കാരെയും ശബ്ദത്തിൽ വോട്ടഭ്യർത്ഥിക്കുക എന്നുള്ള ഒരു വ്യത്യസ്തമായ ഒരു രീതിയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ നേതാക്കൾ മാത്രമല്ല, സിനിമാ താരങ്ങളും ബസ് സ്റ്റാൻഡുകളിലും കവലകളിലും ശബ്ദമായി മാറുന്നുണ്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ വയനാട്ടിൽ വോട്ടർമാരോട് പറയുവാനുണ്ട്. രാഹുൽ ഗാന്ധിക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യണമെന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയത്. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ തന്റെ ജീവനും സ്വത്തുമെല്ലാം വഴിയപ്പെടുത്തി വായിച്ചെന്ന സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ എത്തിയത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സന്നദ്ധ സംഘടനകളുടെയും വേദികളിൽ അനുകരണ കല അവതരിപ്പിക്കാറുണ്ട് ഉമ്മർ പൂപ്പറ്റ. കലയെ കലയായും രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായും കാണുന്ന ഇദ്ദേഹം സംസ്കാര സാഹിതിയുടെ ഭാരവാഹി കൂടിയാണ്. വയനാട്. അപ്പോൾ ഒരു മികച്ച കലാകാരൻ കൂടിയാണ് അദ്ദേഹം, അല്ലേ? പെട്ടെന്നൊരു അട്രാക്ഷൻ ഉണ്ടാവും. അതെ, ആളുകൾ ഇങ്ങനെ വെറുതെ നിൽക്കുന്നവരുടെ മുന്നിലേക്ക് വേറൊരാളായിട്ടാണല്ലോ അദ്ദേഹം എത്തുന്നത്. അതെ. അപ്പോൾ നമ്മൾ അടുത്ത സെഗ്മെന്റ്, അല്ലേ? നമ്മുടെ ജനപ്രിയ സെഗ്മെന്റിൽ ഒന്നാണ് തിരശ്ശീല. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും സംഭവ ബഹുലമായ കുടുംബ പോരാണ് 1984 അമേഠിയിൽ നടന്നത്. സഞ്ജയ് ഗാന്ധിയുടെ മരണശേഷം പ്രധാനമന്ത്രി ഇന്ദിരയുടെ വസതിയിൽ നിന്ന് മേനകാ ഗാന്ധിക്ക് ഇറങ്ങേണ്ടി വന്ന ആ കാലം. അതോടെ 26-ാം വയസ്സിലാണ് സ്വന്തം പാർട്ടി രൂപീകരിച്ച് മേനക കോൺഗ്രസിനെ വെല്ലുവിളിച്ചത്. 1984 രാജീവ് ഗാന്ധിക്കെതിരെ അമേഠിയിൽ മത്സരിച്ചതോടെയാണ് കുടുംബ വഴക്ക് വെറും അഭ്യൂഹമല്ല, വസ്തുതയാണ് എന്ന് ലോകമറിഞ്ഞത്. അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ടു മുൻപ് വിവാഹം, പിന്നെ സഞ്ജയ് ഗാന്ധിയുടെ നിഴലായി എപ്പോഴും ഉണ്ടായിരുന്നു മേനകാ ഗാന്ധി. 1980 സഞ്ജയ് മരിക്കുമ്പോൾ മേനകയ്ക്ക് പ്രായം 23. മകൻ വരുൺ ജനിച്ചിട്ട് 100 ദിവസം മാത്രവും. ഏറെ വൈകാതെ ഇറങ്ങിയത് വീട്ടിൽ നിന്ന് മാത്രമല്ല, കോൺഗ്രസ് എന്ന പാർട്ടിയിൽ നിന്നുമായിരുന്നു. ഓൾ ഇന്ത്യ സഞ്ജയ് ഗാന്ധി വിചാർ മഞ്ച് രൂപീകരിച്ച് രാഷ്ട്രീയ പ്രഖ്യാപനം. ആന്ധ്രയിൽ NT രാമറാവുമായി കൈകോർത്ത് പ്രവർത്തനം. 1984 ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട ശേഷം നടന്ന പൊതുതെരഞ്ഞെടുപ്പ്. അമേഠിയിൽ രാജീവ് ഗാന്ധിക്കെതിരെ മത്സരിക്കാനുള്ള മേനകയുടെ തീരുമാനം അമ്പരപ്പോടെയാണ് ജനം കേട്ടത്. രാജീവ് ഗാന്ധിക്ക് 3,60,60,041 വോട്ട്, മേനകാ ഗാന്ധിക്ക് 50,163. ഭൂരിപക്ഷം 3,14,878. ആ കനത്ത തോൽവി മേനകയുടെ രാഷ്ട്രീയ ഭാവി അവസാനിപ്പിച്ചില്ല. പിന്നെ ജനതാദളിൽ ചേർന്നും സ്വതന്ത്രയായും 2004 മുതൽ BJP ബാനറിലും പാർലമെന്റിൽ എത്തിക്കൊണ്ടേയിരുന്നു. സഞ്ജയ് ഗാന്ധിജി. സോണിയയ്ക്കും രാഹുലിനും മുന്നിലൂടെ നടന്നു തന്നെ ആ സത്യപ്രതിജ്ഞകൾ ആവർത്തിക്കുകയും ചെയ്തു. मैं मेनका संजय गांधी जो लोकसभा की सदस्य निर्वाचित हुई हूँ, ईश्वर की शपथ लेती हूँ. ഇലക്ഷൻ ഡെസ്ക് 24. ഈ തെരഞ്ഞെടുപ്പിലും മേനകാ ഗാന്ധി മത്സരിക്കുന്നുണ്ട്. സുൽത്താൻപൂരിലാണ് മേനക BJP സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്, അല്ലേ? പക്ഷേ മകൻ വരുൺ ഗാന്ധിക്ക് പിലിഭത്തിൽ സീറ്റില്ല. മാത്രമല്ല അമേഠി ഇപ്പോഴും
ഒരു ചോദ്യവുമായി നിൽക്കുന്നുണ്ട് കോൺഗ്രസിലേക്ക് അദ്ദേഹം പോകുമോ എന്ന്. പോകില്ല എന്നാണ് ഒടുവിൽ കേൾക്കുന്നവർ. മാത്രമല്ല അമേഠിയിലെ മത്സരം അത് രാഹുൽ ഗാന്ധി അവിടെ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഉയർന്നു. അപ്പൊ അമേഠി എപ്പോഴും ആ രീതിയിൽ എപ്പോഴും ഒരു കോൺഗ്രസ്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധി വയനാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വേറൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കും. ആ പ്രഖ്യാപനം കേൾക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണമെന്ന് എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ അതപ്പോൾ വലിയ ചർച്ച നടക്കുന്നുണ്ട്. അതെ അതെ, എന്തായാലും തോൽക്കേണ്ടി വരും എന്നൊക്കെയാണ് നരേന്ദ്രമോദി പറഞ്ഞത് വയനാട്ടിൽ. അതുകൊണ്ട് മറ്റൊരു മണ്ഡലം, ഒരു സേഫ് മണ്ഡലം കണ്ടുവെക്കേണ്ടി വരും കോൺഗ്രസിന് രാഹുൽ ഗാന്ധിക്കായി എന്നൊക്കെയാണ് ഇന്നത്തെ വിമർശനത്തിൽ പ്രസംഗത്തിൽ അദ്ദേഹം ഉൾപ്പെടുന്നത് മഹാരാഷ്ട്രയിൽ. അപ്പോൾ നമ്മൾ ഒരു ഇടവേള കൂടി എടുക്കുകയാണ്. ഇടവേള കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇലക്ഷൻ കാലത്തെ ചില പൊളപൊളപ്പൻ സംഭവങ്ങൾ കാണാം. കാത്തിരിക്കാം തീർച്ചയായിട്ടും. യെസ്, അപ്പോൾ ഇലക്ഷൻ സ്റ്റണ്ട് തുടരുകയാണ്. വിജയകുമാർ, നമ്മുടെ കുറെ പ്രേക്ഷകർ കമന്റ് പറയുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നു ഞങ്ങൾ വെറുതെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങളൊന്നും വായിക്കുന്നില്ല എന്ന് മിനി പരാതി പറയുന്നു. അങ്ങനെ അവഗണിച്ചിട്ടൊന്നുമില്ല, നമ്മൾ വായിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പ് അവരെ കയറി പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ അവഗണനയൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പം ഏതൊക്കെ സെഗ്മെന്റുകളാണ് നിങ്ങൾ ഏറ്റവും രസകരമായി തോന്നുന്നത്, എന്തൊക്കെ മാറ്റങ്ങൾ വേണം, അതെല്ലാം പറയാം അല്ലേ. അപ്പം നിങ്ങളുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങളും ഒക്കെ തന്നെ ഇവിടെ ഇലക്ഷൻ സ്റ്റണ്ടിന്റെ ഭാഗമായിട്ട് രേഖപ്പെടുത്താം. അത് നമ്മൾ നോക്കി വായിക്കും അല്ലേ. സമയം അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാം. തീർച്ചയായിട്ടും. അത് പൊളിച്ചു. തെരഞ്ഞെടുപ്പുകളിൽ വിജയമുറപ്പിക്കാൻ സ്ഥാനാർത്ഥികൾ എന്തും ചെയ്യും. ഗ്രൗണ്ടിലെ ക്രിക്കറ്റ് കളി മുതൽ വേദിയിലെ പാട്ടുപാടൽ വരെ സ്ഥിരം കാഴ്ചയാണ്. എന്നാൽ പ്രചാരണത്തിന് കൂടുതൽ ദിവസങ്ങൾ കിട്ടിയതിനാൽ പലതരത്തിലുമുള്ള രസക്കാഴ്ചകൾ ഇക്കുറി തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ കാണുന്നു. അത് തെളിഞ്ഞു വരികയുമാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്നുള്ള ഒരു ഒപ്പന കാഴ്ചയിലേക്കാണ് ഇനി നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അതിലെ മണവാളിനെ പ്രത്യേകം ശ്രദ്ധിച്ചോണേ. ജയമാറാണോ? അല്ല, നോക്കിയോ. ആറ്റിങ്ങലിലെ LDF സ്ഥാനാർത്ഥി വി ജോയി. സ്ഥാനാർത്ഥിയുടെ വാഹന പര്യടനം നെടുമങ്ങാടും കടന്ന് 10ാം കല്ലിലേക്ക്. സ്ഥാനാർത്ഥി എത്തും മുൻപ് പ്രവർത്തകരെ പിടിച്ചിരുത്താൻ കലാപരിപാടികൾക്കായി ഒരു വേദി. സ്ഥാനാർത്ഥി എത്തിയതോടെ വേദിയിൽ ഒപ്പനയ്ക്കൊരുക്കം. സസ്പെൻസ് ഉണ്ട്. ആരായിരിക്കും മണവാളൻ? സാക്ഷാൽ സ്ഥാനാർത്ഥി തന്നെ മണവാളൻ. ചുറ്റും മൊഞ്ചത്തിമാരുടെ ചുവടുകൾ. ഒപ്പനയ്ക്കിടെ മണവാളന് കുട്ടികളുടെ സ്നേഹപ്പൂക്കൾ. ഇനിയുള്ള ദൃശ്യങ്ങൾ സൂക്ഷിച്ചു നോക്കണം. സംഭവം സ്ഥാനാർത്ഥി ഒരു സ്റ്റെപ്പ് വെച്ചതാണെന്ന് തോന്നും, പക്ഷേ അല്ല. സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് ഇല്ലേ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് എനിക്കറിയില്ല സാർ. ഒപ്പനയുടെ ആവേശം മൂത്തപ്പോൾ സഖിമാർ ചുവടുകളുടെ വേഗത കൂട്ടി. അതോടെ വേദി ഒന്ന് കുലുങ്ങി. അങ്ങനെ ബാലൻസ് ചെയ്തതാണ് സ്ഥാനാർത്ഥി. പുതുമണവാട്ടിയെ ഇരുത്തും പോലെ കൊണ്ടുപോയൊരു പിന്നെ കസേരയിലിരുത്തി ഒപ്പന കളിച്ചു. സംഭവം കളറാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലുമാണ്. ഷഫീദ് റാവുത്തർ, 24, തിരുവനന്തപുരം. പൊളിയായിരുന്നു അല്ലേ? മണവാളിന്റെ ഭാവങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചല്ലോ. ശ്രദ്ധിച്ചു. ഷഫീദ് റാവുത്തർ മാക്സിമം നോക്കി അതെന്താണെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക്, ജനമനസ്സറിഞ്ഞ നമ്മളുടെയും സൈക്കിൾ യജ്ഞം. അപ്പോൾ കുറേ നാളുകളായിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ സൈക്കിൾ യജ്ഞം തീർന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, തീർന്നിട്ടില്ല. 24ന്റെ ഇലക്ഷൻ സ്പെഷ്യൽ സൈക്കിൾ യജ്ഞം തുടരുകയാണ്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ആലപ്പുഴ മണ്ഡലത്തിലാണ് ഇന്ന് സൈക്കിൾ യജ്ഞമുള്ളത്. വോട്ടേഴ്സിന്റെ മനസ്സറിഞ്ഞ ടീം 24 യാത്ര തുടരുകയാണ്. ആ റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. നമ്മൾ അങ്ങനെ ജെട്ടിയിൽ വന്നല്ലേ. ഈ ആലപ്പുഴ ജെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കളിയല്ല. ഈ ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നുള്ള ഒരു ആലപ്പുഴയിൽ വന്ന ബോട്ട് ജെട്ടിയിൽ വന്ന് ഒരു ബോട്ടിങ്ങിന് പോവാതെ ഒരു പരിപാടിയില്ല. ഒരുപാട് വിദേശികൾ എത്തുന്ന സ്ഥലമല്ലേ. ഇവിടെ കുറച്ചും കൂടെ ഒക്കെ വൃത്തിയായിട്ടൊക്കെ സൂക്ഷിക്കാമെന്ന് തോന്നുന്നു. നമ്മൾ ഇവിടെ ഇറങ്ങി വന്നപ്പം കണ്ടതാണ്. ഒരു വൃത്തിയില്ലാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് ഇവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത്. ഈ ഒരു പ്രദേശത്തെ പറ്റി പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കുട്ടനാട് മാവേലിക്കര മണ്ഡലത്തിലാണ് പെടുന്നത്. അപ്പൊ അങ്ങനെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ പെടുന്ന പകുതി ഭാഗങ്ങളാണ് കുട്ടനാടിന്റെ ഉള്ളത്. ഇവിടെയാണോ ചേട്ടന്റെ സ്ഥലം? എന്റെ സ്ഥലം ഇവിടെയാണ്. നിങ്ങൾ ഇപ്പോഴത്തെ MP ആരാ?
ഞങ്ങളുടെ ഇപ്പോഴത്തെ ആരിപ്പമ്പിയാണ്. ആര് ജയിക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ടൈറ്റ് ആണ് നിൽക്കുന്നത് ആലപ്പുഴ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ. ആലപ്പുഴ മണ്ഡലമാണ് ശക്തമായ ത്രികോണ ആ ചോദ്യം ചോദിച്ചപ്പോൾ ഒരു കൺഫ്യൂഷൻ ആയി തോന്നുന്നു കേട്ടപ്പോ. ശോഭാ സുരേന്ദ്രൻ സാധ്യത കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. ചേട്ടാ, നമ്മൾ ഈ വികസനം ആണ് പ്രധാനമായും എല്ലാ പാർട്ടിക്കാരും മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം. അപ്പോൾ നമ്മൾ ഈ ആലപ്പുഴയിൽ ജയിച്ചു വരുന്നവർ നിങ്ങൾക്ക് എന്ത് വികസനം കൊണ്ടുവരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? ഇവിടെ കുടിവെള്ളത്തിന്റെ ഭയങ്കര വിഷയം തന്നെയാണ്. ഇവിടെ വെള്ളമാണ്. പിന്നെ ഇവിടെ ഇതിന്റെ ഇത് മൊബൈൽ ഹബ്ബ് തുടങ്ങാന്ന് പറഞ്ഞിട്ട് ഇപ്പം തന്നെ അതിന്റെ ടെൻഡർ വിളിച്ചിട്ട് ആരും ഇത് എടുക്കാൻ പോലും വരുന്നില്ല. ഈ ബോട്ട് യാത്രയൊക്കെ നടത്തുമ്പോഴേ ഒരുപാട് പരാതികളൊക്കെ ഇങ്ങനെ നമ്മൾ കേൾക്കാറുണ്ട്. ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും പരാതി? ബോട്ട് യാത്ര നടത്തുമ്പോൾ സമയത്തിന് ബോട്ട് കിട്ടാറില്ല, അങ്ങനെയൊക്കെ വരും. ഞങ്ങൾ 1 മണിക്കൂറോളമൊക്കെ ഇങ്ങനെ ജെട്ടിയിലിരിക്കണം. ന്യൂസ് കാണാറുണ്ടോ? ന്യൂസ് 24 അത് കേട്ടാ മതി നമുക്ക്. അപ്പൊ എല്ലാ ദിവസവും കണ്ടോ? അപ്പൊ കുറച്ചൊക്കെ പാർട്ടിയെ കുറിച്ചൊക്കെ അറിയണം, നല്ലതാ. സ്മിതപ്രവിധ, നമുക്കേ സർക്കാരിന്റെ ഒരു ബോട്ട് കൂടി ഉണ്ട്. എനിക്ക് തോന്നുന്നു തുച്ഛമായ നിരക്കിൽ നമുക്ക് ഈ ആലപ്പുഴയൊക്കെ ചുറ്റിക്കാനുള്ള ഒരു സംവിധാനമാണ് ഒരുക്കുന്നത്. നമുക്ക് പോയാലോ ഒന്ന് അതിൽ കയറി? ഇവിടെ നമ്മുടെ യാത്രക്കാരൊക്കെ ഉണ്ട്, ഒരുപാട് പേര്. ഈ ഹൗസ് അല്ല, ഈ ബോട്ട് ഹൗസ്ഫുൾ ആണ്. അതെ, ഞങ്ങളൊരു യൂണിറ്റ് ആയിട്ടാ, കുടുംബശ്രീ യൂണിറ്റ്. അത് ഞങ്ങൾ 10, 16, 18 പേര്. അതെ, സ്ത്രീകളാണ് കൂടുതലും വന്നേക്കുന്നത്. ക്യാപ്റ്റന്റെ സ്ഥലം എവിടെയാണ്? ഇവിടെ അടുത്ത് ആലപ്പുഴ. ആലപ്പുഴ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് ശ്രദ്ധിക്കാറുണ്ടോ? ആര് ജയിക്കും? അത് സീക്രട്ടാ, പറയാൻ പറ്റില്ല. നല്ല ശക്തമായ മത്സരം. ഞാൻ വയനാട് ജില്ലയാണ്. 10 ലക്ഷത്തോളം വരുന്ന ജനസംഖ്യയുള്ള വയനാട് ജില്ലയിൽ വയനാട്ടുകാരന് വേണ്ടി സംസാരിക്കാൻ ഒരു MP ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ദുഃഖം. ഒന്ന് പുറത്തുനിന്ന് വന്ന രാഹുൽ ഗാന്ധി, രണ്ടാമത് വന്ന ആനി രാജ, മൂന്നാമത് വന്ന സുരേന്ദ്രൻ. 3 പേരും വയനാടിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയുന്നവരായിട്ട് ആരുമില്ല. വയനാടിൻ്റെ വന്യമൃഗശല്യത്തിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കുഴപ്പം. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും വന്യമൃഗശല്യത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താനുള്ള ഒരു മാർഗത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഇതേവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിക്ക് ശക്തമായ ഒരു മത്സരം അവിടെ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ആലപ്പുഴയിലായിരുന്നു ഇന്നത്തെ സൈക്കിൾ യജ്ഞം. അതിനെ തുടരും. അടുത്ത ദിവസങ്ങളിൽ മറ്റിടങ്ങളിലേക്ക് സൈക്കിൾ യജ്ഞം യാത്രയാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു ഇടവേള കൂടി എടുക്കുകയാണ്. തിരിച്ചു വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ചില താരങ്ങളെ പരിചയപ്പെടാം ഇടവേളയ്ക്ക് ശേഷം. യെസ്, അപ്പോൾ ഇലക്ഷൻ സ്റ്റേഡിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുന്നു, അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു കമന്റ് ഞാൻ വായിക്കട്ടെ വിജയകുമാർ. മിനി ബാബു പറഞ്ഞൊരു കമന്റാണ്. ഞാൻ ഒത്തിരി ചിരിച്ചു. വിജയകുമാർ സാർ, താങ്കൾ എന്താണ് കഴിക്കുന്നത്? എത്ര എനർജിയായി ഇരിക്കാൻ എങ്ങനെ പറ്റുന്നു? തൃശ്ശൂർ പൂരത്തിന് പോയതിന്റെ ഒരു ക്ഷീണവുമില്ല, ജോലിയിലുള്ള കമ്മിറ്റ്മെന്റ്. എന്തിനാ ഇങ്ങനെ നമ്മൾ ചിരിക്കുന്നതല്ലേ? ഈ കമന്റ് ചെയ്തതിനു മുമ്പേ തീരെ വയ്യ, നല്ല ടയേർഡാണെന്ന് വിജയകുമാർ പറഞ്ഞിട്ടേ ഉള്ളൂ. ശബ്ദം പോകുന്നുണ്ട് എന്ന് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു. എന്തായാലും ആ കമന്റും കൂടെ ആയപ്പോൾ അത് ശരിയായി. അതെ, മിനി ബാബു ആണ് കമന്റ്. അതെ, നന്നായി. അപ്പോ അടുത്ത സെഗ്മെന്റ് അല്ലേ, താരങ്ങളും തെരഞ്ഞെടുപ്പും. താരപ്പൊലിമയോടെയാണ് കൊല്ലത്ത് NDA സ്ഥാനാർത്ഥി G. കൃഷ്ണകുമാറിന്റെ വോട്ട് തേടൽ. രംഗത്തിറക്കിയത് മറ്റാരെയുമല്ല, മക്കളെ തന്നെ. സിനിമയിലും സമൂഹ മാധ്യമങ്ങളിലും താരങ്ങളായ മക്കൾ വോട്ടർമാർക്കിടയിലും സുപരിചിതരാണ്. ആദ്യ പ്രചാരണ സ്ഥലം പാരിപ്പള്ളിയിലെ കശുവണ്ടി ഫാക്ടറി. സ്ഥാനാർത്ഥിക്കൊപ്പം പ്രചാരണത്തിനെത്തിയവരെ കണ്ട കശുവണ്ടി തൊഴിലാളികൾക്ക് ആവേശം. കൂട്ടത്തിലൊരാൾ സന്തോഷം മറച്ചുവെച്ചില്ല. ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും സംസാരിക്കാനും തിരക്ക്. പ്രചാരണത്തിനായി ചാത്തന്നൂരിലെ കോളേജിലെത്തിയപ്പോഴും സ്ഥിതിക്ക് മാറ്റമില്ല.
പിതാവ് കൃഷ്ണകുമാർ ജയിക്കുമെന്ന പ്രതീക്ഷ പങ്കിടുകയാണ് മക്കൾ. അതേസമയം രാഷ്ട്രീയത്തിലെ പരിചയക്കുറവ് അവർ മറച്ചുവെക്കുന്നുമില്ല. വളരെ നല്ലപോലെ പോകുന്നു. നമ്മൾ ഇന്നലെ കൊല്ലത്തെത്തിയതേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെയാണ് കണ്ടുകൊണ്ടിരുന്നത്. നേരിട്ട് കാണുമ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ കാണുന്നതിനെക്കാട്ടിലൊരു പവർ തോന്നും. അറിയില്ല, എല്ലാവരും വോട്ട് ചെയ്താൽ ജയിക്കാൻ പറ്റും. അതെ, ഫുൾ സപ്പോർട്ട്. അത് നന്നായി പോകുന്നു എന്ന് തോന്നുന്നു. പോസിറ്റീവാണ്. അതറിയില്ല, ആഗ്രഹിക്കുന്നു വിജയത്തിന് വേണ്ടി. വളരെ പോസിറ്റീവാണ്. കുട്ടികളൊക്കെ എല്ലാവർക്കും ഫെമിലിയർ ആയതുകൊണ്ട് നല്ലൊരു റെസ്പോൺസാണ്. അവരോട് ഞാൻ ആകെ പറഞ്ഞത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഭാവിക്ക് ഇവിടെ നിന്ന് ആര് ജയിച്ചു പോയാലാണ് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന ആ ആൾക്ക് വോട്ട് ചെയ്യൂ. അല്ലാതെ കൃഷ്ണകുമാറിന് വോട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല. അവരവരോട് ചിന്തിക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് നല്ലത് എന്താണ്, അതിന് വോട്ട് ചെയ്യൂ. മക്കൾ പ്രചാരണത്തിനെത്തിയത് ഗുണം ചെയ്യുമെന്നതിൽ സ്ഥാനാർത്ഥിക്കും സംശയമില്ല. മക്കളെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഇതിൽ എൻ്റെ പാർട്ടി ഇഷ്ടപ്പെടുന്ന ഒരു വലിയ വിഭാഗം കാണും. ചിലപ്പോൾ എന്ത് വെച്ചാൽ അവരൊക്കെ ഇഷ്ടപ്പെടുന്നതായതുകൊണ്ട് ഞാൻ ഇത്തവണ അവർക്കൊരു വോട്ട് കൊടുക്കുക. എൻ്റെ മക്കളെന്നുള്ളതിനേക്കാൾ അവരെ കേരള സമൂഹം ഇഷ്ടപ്പെടുന്നെങ്കിൽ അത് വലിയൊരു ദൈവാധീനമാണ്. ജനങ്ങളുടെ നമുക്കൊരു അംഗീകാരവും സ്നേഹവും കിട്ടുക വെച്ചാൽ മഹാഭാഗ്യമാണ് ജീവിതത്തിൽ. എല്ലാവരും അച്ഛനെ വോട്ട് ചെയ്യണേ. ആർ അരുൺരാജ്, 24 കൊല്ലം. നമ്മൾ അവസാനിപ്പിക്കുകയാണല്ലോ ഇലക്ഷൻ സ്റ്റണ്ട്. അപ്പോൾ കൃഷ്ണകുമാറിന്റെ കാര്യം പറയുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വാർത്ത കൂടി ഇപ്പോൾ അരുൺരാജ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ചെറുതായിട്ടൊന്ന് പരിക്കേറ്റിട്ടുണ്ട്. കണ്ണിനാണ് പരിക്കേറ്റത്. കാര്യമൊന്നുമില്ല. പ്രചാരണത്തിനിടെ സമീപത്ത് നിന്നവരുടെ കൈ അദ്ദേഹത്തിന്റെ കണ്ണിൽ തട്ടിയാണ് പരിക്കേറ്റത്. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം തെരഞ്ഞെടുപ്പ് പര്യടനത്തിലേക്ക് വീണ്ടും പോയിട്ടുണ്ട്. നമ്മൾ അദ്ദേഹത്തിന്റെ കുടുംബത്തെ പരിചയപ്പെട്ടപ്പോൾ ആ വാർത്ത കൂടി വന്നതെന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? അപ്പോൾ ഇന്നത്തെ ഇലക്ഷൻ സ്റ്റണ്ട് ഇവിടെ പൂർത്തിയാവുകയാണ്. നാളെ വീണ്ടും ഒരുപാട് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളും കാഴ്ചകളുമായി നമുക്ക് കാണാം ഇതേ സമയം. അപ്പോൾ ഹാഷ്മി തയ്യാറാണ്. ഇനി എൻകൗണ്ടർ. അപ്പോൾ ഗുഡ് നൈറ്റ്, ശുഭരാത്രി. ബൈ.